നമ്മുടെ ഈ മതിലിനോട്, ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കാണുന്ന ഈ മതിലിനോട് തൊട്ട് നിൽക്കുന്ന ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒരു 2 ആഴ്ചയായി നിങ്ങളോട് പറയുന്നു കാലിക്കറ്റിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാണെന്ന്. അപ്പം ഇന്ന് നമ്മുടെ ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഹിസ്റ്ററി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായി ചെന്നത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടോട്ടിയിലെ നെടിയിരുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ആദ്യമായിട്ട് എത്തിയത്. അവിടെ ജംഗ്ഷനിൽ എത്തി. കാര്യം കോഴിക്കോടിൻ്റെ, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കോഴിക്കോടിൻ്റെ കാര്യം എടുക്കാൻ വേണ്ടി, ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി ഇവനെന്തിനാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നെടിയിരുപ്പിൽ നിൽക്കുന്നതെന്ന്. ശരിയാണ്, ആ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ രാജാവാണ് സാമൂതിരിയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കമല്ല, സാമൂതിരി ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സാമൂതിരി ഭരിച്ചിരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് മൊത്തം തന്ന് വെറുതെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ നെടിയിരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് നല്ലൊരാളെ തന്നെ കിട്ടി. അതായത് മാനുമാഷ് എന്നാണ് എനിക്ക് ജംഗ്ഷനിലൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയത്. ബാക്കി എല്ലാവർക്കും അധികം ഇതിനെ പറ്റിയിട്ട് അറിയില്ല. കാരണം സാമൂതിരി അവിടെ ഭരിച്ചിരുന്നെന്ന് അറിയാം. സാമൂതിരിക്ക് അവിടെ കോവിലൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഈ കാര്യങ്ങളൊന്നും അവിടെ ആർക്കും അധികം അറിയില്ല. ഇത് അവിടുത്തെ ക്ഷേത്ര സമിതിയായ മാനുമാഷിനെ അറിയായിരുന്നു. അപ്പം പുള്ളിക്കാരൻ നമുക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ നമ്മുടെ സാമൂതിരിയുടെ ആ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ശങ്കുണ്ണി മാഷ്, അതായത് നാട്ടുകാരൊക്കെ പറയുന്നത് മാനുമാഷ് അല്ലേ, എല്ലാവരും മാനുമാഷ് എന്നാണ് വിളിക്കുക. അപ്പോൾ മാനുമാഷിന്റെ കൂടെയാണ് ഉള്ളത്. ഇവിടുത്തെ ഹൈസ്കൂൾ അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പം നമ്മുടെ ഇതുപോലെ തന്നെ കോവിലകം ഇതിനൊക്കെ ബന്ധപ്പെട്ടുള്ള സംരക്ഷണ സമിതി അംഗമായിരുന്നു അല്ലേ. ഇപ്പം താന്നിക്കാട് ശിവക്ഷേത്രത്തിന്റെ ശിവക്ഷേത്രത്തിന്റെ ഒക്കെ സംരക്ഷണ ഒരു അംഗമായിരുന്നു. അപ്പൊ നമുക്ക് മാഷിനെ ചോദിക്കാം ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളല്ല, കുറച്ചൊക്കെ. അതായത് ഇപ്പൊ ഞാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെടിയിരുപ്പ് പഞ്ചായത്തിലാണുള്ളത്. അപ്പം ഈ പഞ്ചായത്തിൽ എങ്ങനെ നെടിയിരുപ്പിന്റെ പേര് വന്ന്, നെടിയിരുപ്പ് സ്വരൂപം ഇതെങ്ങനെ നമ്മുടെ സാമൂതിരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ ഇന്ന് സാറിന് ചോദിക്കാൻ പോകുന്നത്. അപ്പം സാറിന് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഇപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ സാർ? ഓക്കെ. അപ്പോൾ സാർ എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ സാമൂതിരിയുടെ മുൻകാലത്തുള്ള ആൾക്കാരാണ്. ഏറാടിമാർ എന്ന് പറയുന്ന വംശത്തിനാണ് കിട്ടിയുള്ളത്. ഈ ഏറാടിമാരുടെ തലസ്ഥാനം നെടിയിരുപ്പിലായിരുന്നു. അപ്പോൾ ഏറാടിമാർ പിന്നെ അവർ 11-ാം നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യം ക്ഷയിച്ചു. പിന്നെ അങ്ങനെ ക്ഷയിച്ചു പോയപ്പോൾ ഏറാടിമാർ സ്വതന്ത്രമായി. അങ്ങനെ സ്വതന്ത്രമായി എന്ന അർത്ഥം വരുന്നതാണ് സ്വരൂപം. നെടിയിരുപ്പ് ആസ്ഥാനമായിരുന്നു. പിന്നെ സ്വതന്ത്രമായത് എന്ന അർത്ഥം വരുമ്പോൾ സ്വരൂപം ആയി. അങ്ങനെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന രൂപത്തിൽ. പിന്നെ ഈ ഏറാടിമാർ അവരുടെ വാണിജ്യ വികസനത്തിനും മറ്റുമായിട്ട് കോഴിക്കോടേക്ക് സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അറബികളും മറ്റുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയിട്ട് അവർ കോഴിക്കോട്ടേക്ക് തലസ്ഥാനം മാറ്റി നെടിയിരുപ്പെന്ന്. അപ്പം അങ്ങനെ സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സമുദ്രാധിപതി എന്ന സമുദ്ര ലോപിച്ചാണ്
സമുദ്രത്തിൻ്റെ അധിപൻ എന്നാണ് വന്നുള്ളത് ഈ ഏറാടിമാർക്ക്. പിന്നെ അങ്ങനെ അത് ലോപിച്ച് സമുദ്രാധിപരി എന്ന് വരുന്നത് സാമൂതിരിയായി മാറി. ഏറാടിമാരാണ് സാമൂതിരിമാരിയായിട്ട് മാറിയത്. ഈ സാമൂതിരിമാരാവുമ്പോഴും സ്വരൂപം നെടിയിരുപ്പ് സ്വരൂപം ആയിക്കൊണ്ട് തന്നെ ഇരുന്നു. ഈ നെടിയിരുപ്പ് എന്നുള്ള പേര് വരുന്നത് ഈ നെടിയിരുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നെടിയിരുപ്പ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ നെടിയിരുപ്പ് പഞ്ചായത്ത്, പഴയ പഞ്ചായത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ അത് നേടിയിരുപ്പ് എന്നുള്ള വാക്ക് ലോപിച്ചാണ് നെടിയിരുപ്പ് എന്നുണ്ടായുള്ളത്. നേടിയിരുപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ യുദ്ധത്തിലും മറ്റൊക്കെ പല കാര്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. ഈ നേടാൻ കഴിഞ്ഞിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവർ സൂക്ഷിച്ചിരുന്ന ഒരു കലവറയാണ് നെടിയിരുപ്പിലുള്ള ഒരു സ്ഥലം. അത് വിരുത്തിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അത് സൂക്ഷിച്ചിരുന്നത്. വിരുത്തിയിൽ പറമ്പ്, ഇപ്പോഴും ആ പറമ്പ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാനുമാഷ് പറഞ്ഞ മാതിരി വിരുത്തിൽ പറമ്പ് തപ്പി ഇറങ്ങിയതാണ്. പുള്ളിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വിരുത്തിൽ പറമ്പ്. ഇപ്പം നമുക്ക് പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കുറേ വീടുകൾ, പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പറമ്പിൻ്റെ രീതിയിൽ കാണിച്ചു തന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ഇപ്പോൾ കുറേ വീടൊക്കെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ സ്ഥലം മാറി മാറി വരികയാണ് മുഖച്ചായൊക്കെ. പിന്നെ അവരുടെ തലസ്ഥാനം കോവിലകം ആയി ബന്ധപ്പെട്ടാണ്. കോവിലകം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പോഴും ഒരു വീടും ഇതൊക്കെ ഉണ്ടായാലും താമസമൊക്കെ വേറെ കുറേ ആൾക്കാരാണ്, സമുദ്രിമാരും മറ്റൊന്നും അല്ല. ഈ കോവിലകത്തിൻ്റെ ഇവർ പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ഈ കോവിലകത്തിൻ്റെ അഗ്നികോണിൽ ഒരു ക്ഷേത്രമുണ്ട്, താന്നിക്കാട് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ടിപ്പുവിൻ്റെ കാലത്തെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി കഴിഞ്ഞു. പിന്നെ അടുത്ത കാലത്ത്, അതായത് 90, 80 കാലത്ത് അത് പുതുക്കി പണിത് ഒരു ക്ഷേത്രമാക്കിയിട്ട് മാറ്റി. ഇപ്പം ഇന്നും ആ ക്ഷേത്രം അവിടെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതാണ് നെടിയിരുപ്പിൻ്റെ ഒരു ഏകദേശ രൂപം. അങ്ങനെ ഇപ്പം നമ്മൾ താന്നിക്കാട് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ചേട്ടനാണ് പറഞ്ഞത്. ചേട്ടനും കറക്റ്റ് അറിയില്ല ഇതാണോ ഈ ക്ഷേത്രത്തിന് സാമൂതിരിയോട് ബന്ധമുണ്ടോയെന്നൊന്നും ചേട്ടന് വരെ അറിയില്ല. അപ്പം കണ്ടില്ലേ, തൊട്ട് നമ്മുടെ ഈ മതിലിനോട്, ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കാണുന്ന ഈ മതിലിനോട് തൊട്ട് നിൽക്കുന്ന ചേട്ടന് പോലും അത്ര കറക്റ്റ് അറിയില്ല. അപ്പം കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അറിയാത്ത ഒരുപാട് ഹിസ്റ്ററികളുണ്ട്. ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ക്ഷേത്രം ഒന്ന് ചുറ്റി കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കോവിലകത്തേക്ക് വിടും. കണ്ടില്ല, ഇതൊരു പണ്ടത്തെ അതേപോലെ അല്ല, ഇപ്പോൾ പുതുക്കി പണിഞ്ഞതാണ്. ഇപ്പോൾ അടുത്തായിട്ട് പുതുക്കി പണിഞ്ഞതാണ്. അപ്പം ക്ഷേത്രം പഴയ ആ ഒരു ടച്ചിലൊന്നല്ല അല്ലേ ചേട്ടാ? പുതുക്കി പണിഞ്ഞല്ലേ ഇപ്പോൾ? ക്ഷേത്രമാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ കോവിലകം കൂടി, അതിപ്പം വേറെ ആൾക്കാരൊക്കെ താമസിക്കുകയാണ്. എന്നാലും നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതിനെ കൊണ്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നത്. ഈ സ്ഥലത്തായിരുന്നു ആ കോവിലകം കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മളൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം. താന്നിക്കാടുമായി ബന്ധപ്പെട്ടുള്ള വിരുത്തിയിലും അതേമാതിരി തന്നെ കോവിലകം, ഈ രണ്ട് വീടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏകദേശം ഈ 12-ാം നൂറ്റാണ്ട് ഈ 12-ാം നൂറ്റാണ്ടിൻ്റെ ടൈമിലാണ് ഇത്. 11-ാം നൂറ്റാണ്ടിലാണ് കേരളം ചേര സാമ്രാജ്യം ക്ഷയിച്ചു പോയത്. എന്നിട്ടാണ് ഏറാടിമാർ നെടിയിരുപ്പിലേക്ക് വന്ന് നെടിയിരുപ്പ് സ്വതന്ത്രമായി എന്ന് പറയുന്ന ചേര സാമ്രാജ്യം ആ കാലത്ത് ഭരിച്ചിരുന്ന ചേരന്മാരാണല്ലോ. ചേരന്മാർ ഭരിച്ച് ഏറാടിമാരുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അവർ സ്വതന്ത്രമായി, ചേരന്മാരിൽ നിന്ന് സ്വതന്ത്രമായത്
വരെ 14ാം നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ്. അപ്പോഴാണ് അവർക്ക് ഇത് വരുന്ന സ്വതന്ത്രം എന്ന് പറയുന്ന സ്വരൂപം എന്ന പേര് ലഭിച്ചത്. ഇതെന്താണ് ചേച്ചി? ആ എനിക്ക് ഈ പുല്ല് തട്ടി കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ട്, അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇതാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചൊറിച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല. അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റുന്നത്, കാലുകൊണ്ട് മാറ്റുന്നത്. അതുകൊണ്ട് വലിയ ഷോ ആണെന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് കോവിലകം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചരിത്രത്തിലുള്ള കോവിലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കോവിലകത്തിലെ, ഇവിടുത്തെ പറമ്പിലൊക്കെ കോവിലകം തന്നെ പറയുന്നത്, ഇതുകൊണ്ട് പേര് വന്നതാണ്. അപ്പോൾ ഇതിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ വലുതായിട്ടൊന്നുമില്ല. ആകെ ഇതുണ്ട്, കൊട്ടത്തളം ആണ്, അതായത് പണ്ട് പാത്രമൊക്കെ കഴിക്കുന്ന അങ്ങനത്തെ ഒരു കൊട്ടത്തളം ആണെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എന്താ ഈ കല്ല്, ഇതൊക്കെ ബാക്കിയുണ്ട്, നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പോകുന്നത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായിരുന്നു നമ്മുടെ സാമൂതിരിക്ക് നമ്മുടെ ചേരമാൻ പെരുമാൾ ശരിക്കും മക്കത്തേക്ക് പോവുകയാണ്. ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചേരമാൻ പെരുമാൾ മക്കത്തേക്ക് പോകുന്ന ടൈമിൽ കൊടുത്തതാണ് ചുള്ളിക്കാടും കോയിൽക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് എന്നായിരിക്കാം പണ്ട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ രീതിയിലായിരിക്കും ഉണ്ടാവാം. അങ്ങനെ കോഴിക്കോടാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് കൊടുത്തിട്ട് പോവുക ചെയ്തിരുന്നത്. അത് കാലിയായിരുന്നു, ഒന്നുമില്ലായിരുന്നു, തരിശായിരുന്നു. എന്നിട്ട് നേരെ നമ്മുടെ സാമൂതിരി കോഴിക്കോടിലേക്ക് പോയി കോഴിക്കോടിൽ ഒരു കോട്ട, അതായത് ടൗണിലൊരു കോട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കോട്ട ഭാഗത്തേക്കാണ് പോകുന്നത്, കോട്ടപ്പറമ്പ്, ഇപ്പോഴത്തെ കോട്ടപ്പറമ്പിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഇനി നമുക്ക് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് സാമൂതിരിൻ്റെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കോഴിക്കോട് നിന്ന് തന്നെ തുടങ്ങാം. വാ. അപ്പോൾ നമുക്ക് ഈ ശങ്കുണ്ണി മാഷിൽ നിന്നും ഈ ചെറിയ നെടിയിരുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്കും അറിയില്ല ഇത് നെടിയിരുപ്പ് സ്വരൂപം എന്നൊക്കെ ഞാൻ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുമ്പോൾ വിചാരിക്കും ആദ്യം സ്റ്റാർട്ടപ്പിൽ, അതായത് ഇപ്പം നമ്മുടെ MJ സാറിൻ്റെ തന്നെ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കുറേ കേൾക്കും നെടിയിരുപ്പ് സ്വരൂപം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണെന്ന്, ഒരു സമുദായം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് സാറ് പറഞ്ഞു തന്നു നമുക്ക് വ്യക്തമാക്കിയിട്ട്. അതുപോലെ തന്നെ MJ സാറും നമുക്ക് വ്യക്തമായിട്ട് അതിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെ നമ്മുടെ കൊണ്ടോട്ടിയിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് നെടിയിരുപ്പ് അല്ലേ? അതെ. അത് എങ്ങനെ വന്നു, എങ്ങനെയാണ് അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്ന് സാറ് പറഞ്ഞു തന്നു. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് സാറിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇനിയിപ്പം നേരെ നമ്മുടെ കോട്ടയിലേക്ക്, സാർ ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ നേരെ കോട്ടയിലേക്ക്, അതായത് കോട്ടപ്പറമ്പിൽ നിന്നാണല്ലോ ഇനി തുടങ്ങേണ്ടത്. അതെ, അതായത് നമ്മുടെ സാമൂതിരി ഇവിടുന്ന് പോയി നേരെ കോട്ട സ്ഥാപിച്ചു കോഴിക്കോട് കോട്ട സ്ഥാപിച്ചു, അതായത് നമ്മൾ ഇപ്പോഴത്തെ കോട്ടപ്പറമ്പൊക്കെ. അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്കാണ് കിടക്കേണ്ടത്. അപ്പം എന്തായാലും അപ്പം തൽക്കാലത്തേക്ക് നമ്മളിപ്പം ഇവിടുന്ന് സാറിനോട് ബൈ പറഞ്ഞു പോവാണ്. സാർ പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് എടുക്കാനുള്ളതാണ്. ഒരുപാട് എല്ലാ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് ഹിസ്റ്ററി നമ്മൾ തുടങ്ങുന്നത്. എല്ലാം ചെറിയ ചെറിയ നമ്മുടെ വീട്ടിന് അടുത്തായാലും ഓരോ നാടിനും ഓരോ ചരിത്രങ്ങളുണ്ട്. ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും കട്ട സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ താഴെ പോയി കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്ത് അഭിപ്രായങ്ങളായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ എന്ത് കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിലും ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായാലും ഇതിനോട് ബന്ധപ്പെട്ടുള്ള എന്ത് അറിവുകളായാലും നമ്മളും ഫുൾ കംപ്ലീറ്റഡ് അറിയുന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു കിട്ടിയ അറിവ് എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കണം. നമ്മൾ ഈ ഒരു ഷെയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടി എത്തുമ്പോഴേ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് നമുക്കും തോന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ബാക്കി ചരിത്രങ്ങളും ഹിസ്റ്ററികളും എക്സൈറ്റിംഗ് സംഭവങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും തുടങ്ങാം. അപ്പം അതുവരയ്ക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.